എല്ലാവർക്കും നമസ്കാരം. 10-11 അതായത് ഇന്നും നാളെയും നമ്മളൊരു ഓറിയൻറ്റേഷൻ പോലെ സെറ്റ് ചെയ്തേക്കുകയാണ്. അതായത് നിങ്ങളിപ്പോൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാനും, അതുപോലെ തന്നെ ഏത് രീതിയിലാണ് പഠിക്കേണ്ടതെന്നും നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്സ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്താനും കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ഓറിയൻറ്റേഷൻ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, 2026 ജോലി മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ അത് അച്ചീവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഇനിയിപ്പോൾ എനിക്ക് ഒന്നാമത് പറയാനുള്ളത് നമ്മുടെ എക്സാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചതാണ് എക്സാംസ് ഏത് രീതിയിലായിരിക്കും നടത്തുന്നതെന്ന്. അപ്പോൾ നമ്മുടെ എക്സാം ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആയിട്ടായിരിക്കും നടത്തുന്നത്. അതായത് എക്സാമിൻ്റെ ലിങ്ക് തരും, ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ എക്സാം എഴുതുക. അറിയാമല്ലോ, സിമ്പിളായിട്ട് എക്സാം എഴുതുക. അത് നമ്മൾ ഡെയിലി എക്സാംസ് നടത്തുമ്പോൾ ആ രീതിയിലായിരിക്കും നടത്തുന്നത്. അതേപോലെ തന്നെ വീക്ക്ലി എക്സാം നിങ്ങൾ മസ്റ്റായിട്ടും OMR എഴുതേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് വീക്ക്ലി എക്സാം നമ്മൾ എന്തായിട്ടേ നടത്തത്തുള്ളൂ, ഓഫ്ലൈൻ അല്ലെങ്കിൽ PDF രൂപത്തിലേ നടത്തത്തുള്ളൂ. അപ്പോൾ OMR ടെസ്റ്റ് എഴുതാത്ത പക്ഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ എനിക്ക് പറയാനുള്ളത് എക്സാമിൻ്റെ ടൈമിംഗ് ആണ്. അതായത് എക്സാമിൻ്റെ ഡ്യൂറേഷൻ. ഇന്ന് രാത്രി ഒരു 9 മണിക്ക് നമ്മൾ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നു. ഓൺലൈൻ എക്സാമിൻ്റെ ലിങ്ക് ഇന്ന് രാത്രി ഒരു 9 മണിക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ വൈകിട്ട് 6 മണി വരെ അത് എഴുതാനുള്ളൊരു സമയം ഞങ്ങൾ തരും. മനസ്സിലാവുന്നുണ്ട്? അത് കാര്യം ഇത് ജോലിക്ക് പോകുന്നവരെയും കൂടി ബാധിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു സമയം നമ്മൾ തരുന്നത്. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ എഴുതുക. ഓക്കെ. അതേപോലെ തന്നെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഒരേ ഒരു അറ്റംപ്റ്റേ പാടുള്ളൂ. പല ഇമെയിൽ വഴി നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ചെയ്താലും ഞങ്ങൾക്കറിയാൻ പറ്റും. പിന്നെ 10th ലെവൽ PYQ. നമ്മുടെ എക്സാമിന് ഇപ്പം ഈ പറഞ്ഞ കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ബീവറേജ് LDC, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, അങ്ങനെയുള്ള തസ്തികകളിലേക്ക് അപേക്ഷിച്ചവരും അതിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ ബാച്ചിലുണ്ട്. അപ്പോൾ അവർ ചെയ്യേണ്ടത് 10th ലെവൽ പരീക്ഷകളെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യണം, PYQ ചെയ്യണം. അത് മസ്റ്റാണ്. ഇപ്പം ഈ PYQ ചെയ്തുകൊണ്ട് അതേ ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യൂ എന്നുള്ളതല്ല, അതേ ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്യാം. അതേ ചോദ്യം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതേ ടോപ്പിക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് ചോദ്യ പേപ്പർ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതൊരു ശീലമാക്കി എടുക്കണം. ഈ 10th ലെവൽ PYQ ചെയ്യുക എന്ന് പറയുമ്പോൾ 10th ലെവൽ PYQ എന്നല്ല, PYQ വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ശീലമാക്കി എടുത്തേ പറ്റൂ. അതുപോലെ തന്നെ PYQ വിത്ത് എക്സ്പ്ലനേഷൻ. അപ്പം എക്സ്പ്ലനേഷൻ അടങ്ങിയ PYQൻ്റെ ഒരു ബുക്കോ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റോ നമ്മൾ നമ്മുടെ ചാനലിനകത്ത് തന്നെ തരും. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി ഹെൽപ്ഫുള്ളാണ്. പിന്നെ ക്വിസ് ബോർഡ് ഉണ്ടായിരിക്കും. ക്വിസ് ബോർഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്തു നോക്കാം. ഇനി 10th ലെവൽ PYQ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്ത് ഞങ്ങളെ കാണിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങളുടെ ഒരു യുക്തിചിന്തയ്ക്ക് വിടുകയാണ്. കാര്യം നിങ്ങൾക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ എഫേർട്ട് എടുക്കുക. സോ 10th ലെവൽ PYQ വർക്കൗട്ട് എന്ന് പറയുന്നത് ഞാൻ കംപ്ലീറ്റ്ലി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്തിട്ട് അഡ്മിൻസിനെ മാർക്ക് അറിയിച്ചാൽ കുറേ കൂടി നല്ലതായിരിക്കും കേട്ടോ. അത് നിങ്ങൾ അത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. ഇപ്പോൾ എക്സാംസിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തത് ഡെയിലി ടോപ്പിക്സ്. ഓരോ ദിവസം തരുന്ന ടോപ്പിക്സിൻ്റെ ഡീറ്റെയിൽ ആണ്. അതേപോലെ ഓരോ ബാച്ചിനും ഓരോ പേര് കാണും. അതായത് A, B, C, D അങ്ങനെ ഓരോരോ പേര് കാണും കേട്ടോ. അത് ഒന്ന് ശ്രദ്ധിച്ചോണം. ആ ബാച്ചിൻ്റെ ഒപ്പം നിങ്ങൾക്ക് അതിൻ്റെ പേര് കാണാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ അഡ്മിനോട് ഡൗട്ട് ചോദിക്കുമ്പോൾ ഞാൻ ഈ ബാച്ചിലാണ്, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് 10th ലെവൽ C ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ് എന്നൊന്ന് പറഞ്ഞാൽ കുറേ കൂടി ഉപകാരമായിരിക്കും കേട്ടോ. ഇനി അതേപോലെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യും. അതിനോടൊപ്പം തന്നെ വീഡിയോ ക്ലാസ്സോ ഓഡിയോ ക്ലാസ്സോ ഉണ്ടായിരിക്കും. ഇപ്പോൾ ചില ടോപ്പിക്സിന് ഓഡിയോ ക്ലാസ് മതിയായിരിക്കും, ചിലതിന് വീഡിയോ ക്ലാസ് തന്നെ വേണം. സോ ഇത് രണ്ട് നമ്മൾ ഒരുമിച്ച് തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പ്രിഫർ ചെയ്യാം. ഒന്നുകിൽ വീഡിയോ കണ്ടിട്ട് വന്ന് PDF പഠിക്കുക. ഞാൻ പറയുന്നത് വീഡിയോ ക്ലാസ് ഉണ്ടെങ്കിൽ ആ വീഡിയോ ക്ലാസ് കണ്ടിട്ട് വന്ന് PDF നോക്കുന്നതായിരിക്കും നല്ലത്. അന്നേരം അതൊരു റിവിഷൻ കൂടിയാണ്. കാര്യം ഓൾറെഡി നിങ്ങളിപ്പോൾ വീഡിയോ ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങളൊന്നും എഴുതാൻ നിൽക്കേണ്ട. വീഡിയോ കാണുക, വീഡിയോ കണ്ടിട്ട് വന്ന്
സ്റ്റഡി മെറ്റീരിയൽ നോക്കുക. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അത് കുറച്ചുകൂടി എന്താണ് എഫക്റ്റീവാണ്, മീൻസ് റിവിഷൻ ബേസിൽ എഫക്റ്റീവാണത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. ഇപ്പോൾ ഷോർട്ട് വീഡിയോസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പഠിച്ച ഇപ്പോൾ ഈ സ്റ്റഡി മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പോർഷൻ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മാപ്പ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മുടെ ബാച്ചിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് കണ്ടു പഠിക്കാം. പിന്നെ PYQ ഷോർട്ട് ക്ലിപ്സ്, അതായത് മുൻ ബാച്ചിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു PYQ എടുക്കുക, അതായത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു PYQ ആയിരിക്കാം, ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമായിരിക്കാം. ആ ചോദ്യം എടുക്കുന്നു, ആ ചോദ്യവും അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റും അടങ്ങിയൊരു ചെറിയ വീഡിയോ, ഒരു 2-3 മിനിറ്റൊക്കെ ഉള്ള ചെറിയൊരു മൈന്യൂട്ട് ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് എന്താണ്, ഇപ്പോൾ ചായ കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ ചുമ്മാ നടക്കുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടു തീർക്കാൻ പറ്റുന്ന അത്രയും ദൈർഘ്യമേ കാണത്തുള്ളൂ. പിന്നെ ഈ ബേസിക് ഫാക്റ്റുകൾ പഠിക്കത്തില്ല. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ബേസിക് ഫാക്റ്റ് അതായത് കേരള അടിസ്ഥാനമൊക്കെ പഠിക്കുമ്പോൾ ഇന്ത്യൻ അടിസ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യൻ അതിർത്തികൾ, ഇന്ത്യൻ ബോർഡേഴ്സ് എന്നൊക്കെ ഉള്ള ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് ക്ലാസ് തന്നെ, മീൻസ് വീഡിയോ ക്ലാസ് തന്നെ വേണം. പിന്നെ കേരളത്തിൻ്റെ ഫാക്റ്റൊക്കെ പഠിക്കുമ്പം ജില്ലകൾ എത്രയുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ജില്ല ഇതാണ്, ഏറ്റവും വലിയ പഞ്ചായത്ത് ഇതാണ്, അങ്ങനെയുള്ള ഫാക്റ്റുകൾ നമുക്ക് വീഡിയോ ക്ലാസ്സിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ അത് വെറുതെ നമ്മൾ സമയം കളയാണ്. നിങ്ങളുടെ സമയം പോകുന്നുണ്ട്, നമ്മുടെ സമയത്തിൻ്റെ കാര്യമില്ല, നിങ്ങളുടെ സമയം വെറുതെ പോകും ക്ലാസ്സും കണ്ട് ഇതിൻ്റെ മീൻസ് PDF വായിക്കാൻ. അപ്പോൾ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള ചില ഫാക്റ്റുകൾ വരും. ആ ബേസിക് ഫാക്റ്റുകൾക്ക് നമുക്ക് എന്ത് ചെയ്യില്ല, വീഡിയോ ക്ലാസ് വരില്ല. അത് നിങ്ങൾ PDF നോക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. അതായത് ഇപ്പോൾ കേരളം അതുപോലുള്ള ഇപ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, കേരളത്തിൻ്റെ ചതുരശ്ര കിലോമീറ്റർ, അല്ലെങ്കിൽ കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്, എത്ര നദികളുണ്ട്, ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതിയാകും. ഓക്കെ, ഇനി പഠിക്കുന്ന മണിക്കൂർ, സ്റ്റഡി അവേഴ്സ്, അത് നിങ്ങളാണ് സെറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ, ഞാൻ പറയുന്നത് ഒരു ജോലി ചെയ്യാത്ത ഒരാളാണ്, മീൻസ് ജോലിക്ക് പോകാത്ത ഒരാളാണ്, വീട്ടിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാണെങ്കിൽ നിങ്ങളൊരു 5 മണിക്കൂറെങ്കിലും കണ്ടുപിടിക്കുക. 5 മണിക്കൂർ പഠിക്കാൻ കണ്ടുപിടിക്കുക. ഓക്കെ, വെറുതെ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് വായിച്ച് പോകരുത്, അതായത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പോൾ ഈ 5 മണിക്കൂർ പഠിക്കുക, പ്ലസ് നിങ്ങൾക്ക് എക്സ്ട്രാ സമയം കിട്ടും. ആ സമയത്ത് എന്ത് ചെയ്യാം, റിവിഷനും ചെയ്യുക. ഈ 5 മണിക്കൂർ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ റിവിഷനും കൂടി ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ 5+1 6 മണിക്കൂർ നിങ്ങൾക്ക് ഒരു ദിവസം യൂസ്ഫുൾ ആവും. ഇത് പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 4 മണിക്കൂറെങ്കിലും പഠിച്ചിട്ട് 1 മണിക്കൂർ റിവിഷൻ ചെയ്യുക. 4 മണിക്കൂർ പഠിച്ചിട്ട് 1 മണിക്കൂർ റിവിഷൻ ചെയ്യുക. ആ ഒരു മെത്തേഡോ അല്ലെങ്കിൽ 5+1 അല്ലെങ്കിൽ 4+1 എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുക. ഇത്ര സമയമെങ്കിലും നിങ്ങൾ കളയണം, മീൻസ് പഠിത്തത്തിന് വേണ്ടി കളയണം. ഇല്ലെങ്കിൽ റാങ്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ പാടായിരിക്കും. പിന്നെ മിനിമം 3 to 4 അവേഴ്സ്, അതായത് ജോലിക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞത് ജോലിക്ക് പോവാത്ത ഒരാളെ സംബന്ധിച്ച്, ജോലിക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ച് രാവിലെ ഇപ്പോൾ ഒരു 9 മണിക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട, 9 മണിക്ക് റിപ്പോർട്ട് ചെയ്യുക, വൈകിട്ട് 6 മണിക്ക് ഇറങ്ങുന്ന ഒരു ജോലിയാണെങ്കിൽ നിങ്ങളിവിടെ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സ്ട്രഗിളല്ല, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മിസ് ചെയ്യേണ്ടി വരും. അതായത് 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഉറങ്ങുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളത് ചുരുക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരു 6 മണിക്കൂറാക്കി ഉറങ്ങുക. ഒരു മനുഷ്യൻ ശരാശരി 6 മണിക്കൂർ ഉറങ്ങിയാൽ മതി. 6 മണിക്കൂർ ഉറങ്ങുക. അങ്ങനെയാണെങ്കിൽ നൈറ്റ് ഒരു 11 മണിക്ക് കിടന്നാലും നമുക്കൊരു 5 മണിക്ക് എണീറ്റാലും നഷ്ടമൊന്നുമില്ല. 5 മണിക്ക് എണീക്കാം. ഈ 5 മണിക്ക് എണീറ്റിട്ട് 5 മണിക്ക് എണീറ്റ് അപ്പോഴേ പഠിക്കാൻ പറ്റില്ല, പോട്ടെ ഒരു 5:30 ടു എന്താണ് ഒരു 7:30 വരെ, 5:30 to 7:30 വരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇല്ലേ? 7:30 വരെ നിങ്ങൾക്ക് പഠിക്കാം. ഒന്നുകിൽ നിങ്ങൾ ആ ഒരു ടൈമിങ് സെറ്റ് ചെയ്യുക, രാവിലത്തെ ടൈമിങ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് 2 മണിക്കൂർ നിങ്ങൾക്ക് രാവിലെ പഠിക്കാൻ പറ്റും. 2 മണിക്കൂർ സേവ് ആയത് ജോലിക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ചാണ്. അതല്ലെന്നുണ്ടെങ്കിൽ വൈകിട്ട് നിങ്ങൾ 6 മണിക്ക് ജോലി കഴിഞ്ഞു, ക്ഷീണവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു, ഒരു 8 മണി മുതൽ ഒരു
8 മണി മുതൽ ഒരു 12 മണി വരെയൊക്കെ ഇരിക്കാം, അല്ലെങ്കിൽ ഒരു 11:30 വരെയെങ്കിലും ഇരിക്കണം. അപ്പോൾ നൈറ്റ് പോട്ടെ, ഒരു 11 മണി വരെ ഇരുന്നാൽ മതി. ഓക്കെ, 11 മതി. അപ്പോൾ ഇവിടെ ഒരു 3 മണിക്കൂർ കിട്ടും. ഇപ്പം തന്നെ നിങ്ങൾക്ക് 5 മണിക്കൂർ ഡെയിലി കിട്ടും. ഇത് ഞാൻ ജോലിക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. ഇപ്പോൾ ചിലരുടെ ജോലി, എല്ലാവരുടെയും ജോലിയുടെ സ്വഭാവം എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ഞാൻ ഈ പറഞ്ഞത് ഓക്കെ ആണെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്യുക. അതല്ല ഇത് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ആ രീതിയിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠനത്തിനായിട്ട് കണ്ടെത്തുക. ഇപ്പോൾ ഒരു 5 മണിക്കൂർ കണ്ടെത്തിയാൽ ഈ 5 മണിക്കൂർ തന്നെ മതി പരീക്ഷയുടെ തലേന്ന്. മീൻസ് പരീക്ഷയുടെ തൊട്ട് മുമ്പുള്ള ആഴ്ചയും ഈ ഒരു 5 മണിക്കൂർ മാത്രം മതി. അന്ന് ഒരുപാട് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? ഞാൻ അതുകൊണ്ടാണ് ഇപ്പോഴേ ഒരു 5 മണിക്കൂർ പിടിക്കാൻ പറഞ്ഞത്. ഇനി ടൈം സ്പ്ലിറ്റ് ആണ്. അപ്പോൾ ഈ ടൈം സ്പ്ലിറ്റ് എന്താ? അത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ടൈം സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനിരിക്കുന്ന ഒരാൾ, 5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനിരിക്കുന്ന ഒരാൾ, അയാൾ ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് 1 മണിക്കൂർ, ഒരാൾക്ക് നമ്മളെ ബ്രെയിൻ എന്ന് പറയുന്നത് എപ്പോഴും താല്പര്യമില്ലാത്ത കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ബ്രെയിൻ. അതായത് ഉദാഹരണം പറയാം, നമ്മുടെ സമയം കൊല്ലി, ഇപ്പോൾ യൂട്യൂബ് ആയാലും ഇൻസ്റ്റഗ്രാം റീൽസ് ആയാലും അല്ലെങ്കിൽ വെറുതെ കറങ്ങാൻ പോകുന്നതായാലും, ഇതൊക്കെ നമ്മുടെ ബ്രെയിന് ഭയങ്കര ഇഷ്ടമാണ്. ബ്രെയിൻ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എന്താണ്? പഠിക്കുക എന്ന് പറയുന്നത്. ബ്രെയിൻ ഒട്ടും ഇഷ്ടമല്ല കാര്യം. അത് പഠിക്കുക അല്ലെങ്കിൽ സ്ട്രെയിൻ എടുക്കുക എന്ന് പറയുന്നത് ബ്രെയിന് ഒട്ടും ഇഷ്ടമല്ല. സോ നമ്മൾ എന്ത് ചെയ്യുക? ബ്രെയിനെ, നമ്മുടെ ഒരു തലച്ചോറിനെ എന്ത് ചെയ്യുക? നമ്മൾ ട്രീറ്റ് ചെയ്യുക. നമ്മൾ നൈസായിട്ട് തലച്ചോറിനെയും ഹാപ്പി ആക്കുക, നമ്മുടെ കാര്യം നടത്തുക. ഞാൻ പറഞ്ഞ മനസ്സിലായ? അതായത് ഈ 5 മണിക്കൂർ എന്നൊക്കെ പറയുന്ന ഒറ്റ സ്ട്രെച്ചിൽ പഠിക്കാതെ ഇതിനെ ഒരു അരമണിക്കൂർ പഠിക്കുക. ഏതെങ്കിലും ഇതൊരു അരമണിക്കൂർ നിങ്ങളൊരു ടോപ്പിക് എടുത്ത് പഠിക്കുന്നു. ഈ അരമണിക്കൂർ പഠിച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക. 10 മിനിറ്റ് റെസ്റ്റ്. ഈ 10 മിനിറ്റ് റെസ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഈ 10 മിനിറ്റിൽ നിങ്ങൾ ഫോൺ എടുത്തിട്ട് യൂട്യൂബ് നോക്കാൻ പോകാനല്ല ഞാൻ പറയുന്നത്. യൂട്യൂബ് നോക്കാനോ സിനിമ കാണാനോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം തോണ്ടാനോ അല്ല ഈ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ. ഈ 10 മിനിറ്റ് എന്ന് പറയുന്നത്, ഈ 10 മിനിറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നന്നായിട്ട് വെള്ളം കുടിക്കുക, ജസ്റ്റ് ഒന്നിറങ്ങി നടക്കുക, പുറത്തോട്ടൊക്കെ ഒന്ന് പോയി ഒന്ന് ഫ്രഷ് എയർ ഒക്കെ ശ്വസിച്ച് വീണ്ടും വന്നിരിക്കാനാണ് ഈ 10 മിനിറ്റ്. ഈ സമയത്ത് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യരുത്. ഫോണോ ടിവിയോ നോക്കരുത്. മനസ്സിലായോ? ആ 10 മിനിറ്റിന് ശേഷം വന്നിട്ട് വീണ്ടും അരമണിക്കൂർ എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട് സമയം കൊടുക്കുക. ഇപ്പോൾ 1 മണിക്കൂർ, ഈ അരമണിക്കൂർ പ്ലസ് ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ നമ്മൾ പഠിച്ചു, 10 മിനിറ്റ് റെസ്റ്റ് കൊടുത്തു. ഈ അരമണിക്കൂർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? വീണ്ടും എന്ത് ചെയ്യുക? 10 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക. ഞാൻ ഈ പറഞ്ഞൊരു പാറ്റേൺ മനസ്സിലായോ? അതിന് നിങ്ങൾ അടുത്ത് എന്ത് ചെയ്യുക? ഫോണിലോ ഒരു ടൈമർ, മറ്റേ നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ മേടിക്കാൻ കിട്ടും ടൈം സെറ്റ് ചെയ്യുന്നൊരു സാധനം. അത് മേടിച്ചിട്ട് അങ്ങനെ നിൽക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ അലാം സെറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് കൊടുക്കാവൂ. അരമണിക്കൂർ മസ്റ്റ് പഠിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ 20:10 എന്ന് പറയുന്നൊരു പാറ്റേൺ ഉണ്ട്. 20:10. അതായത് 20 മിനിറ്റ് പഠിക്കുക, 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. വീണ്ടും 20 മിനിറ്റ് പഠിക്കുക, 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. വീണ്ടും 20 മിനിറ്റ് പഠിക്കുക, 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. അതാവുമ്പം ഈ റെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിനും റെസ്റ്റ് ആവും, എന്നാലോട്ട് നിങ്ങൾ പഠിക്കുന്നുമുണ്ട്. അപ്പം നിങ്ങൾക്കൊരു എന്ത് ചെയ്യാൻ ഒരു പ്രഷർ കിട്ടുന്നില്ല. അതായത് നിങ്ങൾക്കൊരു സ്ട്രെയിൻ വരുന്നില്ല, ഒരു സ്ട്രെസ്സ് വരുന്നില്ല, ഒരു പിരിമുറുക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടല്ലേ നിങ്ങൾ പഠിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു ടോപ്പിക് എടുക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 വിപ്ലവം എന്ന് പറഞ്ഞൊരു ടോപ്പിക് എടുക്കുന്നു. ഒറ്റ സ്ട്രെച്ചിന് ഇപ്പോൾ ഒരു 14 പേജ് ഉണ്ടെങ്കിൽ ഒറ്റ സ്ട്രെച്ചിന് 1 മണിക്കൂർ കൊണ്ട് 14 പേജ് പഠിച്ചാൽ ഈ 14 പേജിൽ നിന്നും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഒരു 3-4 പേജേ വരത്തുള്ളൂ. മനസ്സിലായെന്നോ? 3-4 പേജിലുള്ള കണ്ടൻറ്റേ നിങ്ങളുടെ ബ്രെയിനിൽ കയറത്തുള്ളൂ. കാര്യം ബ്രെയിൻ മതി എന്ന് പറയും. അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. സോ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യുക. 5 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂർ നിങ്ങൾ പഠിക്കാനായിട്ട് എടുക്കുകയാണെങ്കിൽ അരമണിക്കൂർ പഠിക്കുക, 10 മണിക്കൂർ ബ്രേക്ക് എടുക്കുക, അരമണിക്കൂർ പഠിക്കുക, 10 മണിക്കൂർ ബ്രേക്ക് എടുക്കുക, അങ്ങനെ പോവുക. പിന്നെ മാത്തമാറ്റിക്സിൻ്റെയൊക്കെ ക്ലാസ് കാണുമ്പോൾ, ഇപ്പോൾ ജെറിൻ സാറിൻ്റെയൊക്കെ ക്ലാസ് കാണുമ്പോഴത്തേന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേന് ഒരു അരമണിക്കൂർ, ഞാൻ ഈ പറഞ്ഞ പോലെ അരമണിക്കൂർ പഠിക്കുക, എന്നിട്ട് ചുമ്മാതെ
ഒന്നിറങ്ങി നടക്കുക, വെള്ളമൊക്കെ കുടിക്കുക, തിരിച്ചു വരിക, വീണ്ടും പഠിക്കാനിരിക്കുക, അങ്ങനെ തന്നെ പോകണം. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു ടൈം സ്പ്ലിറ്റ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ ഇതുവരെ ഇങ്ങനെയല്ല പഠിച്ചത്, ടെൻഷൻ അടിച്ച് 1 മണിക്കൂറൊക്കെ ഒറ്റ സ്ട്രെച്ചിലാണ് പഠിച്ചെങ്കിൽ അത് നിർത്തി നോക്കുക. എൻ്റെ ഒരു അഡ്വൈസാണ്, നിങ്ങൾ നിർത്തി നോക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് പഠിച്ചു നോക്കുക. ഓക്കെ. ഇനി അതുപോലെ പറയാനാണ്, ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, നീഡ് ബ്രേക്ക് വേണം, പക്ഷേ ലോങ് ബ്രേക്ക് പാടില്ല. ഈ ലോങ് ബ്രേക്ക് എന്ന് പറയുന്നത്, പിന്നെ നമ്മൾ ബ്രേക്ക് എടുക്കാനായിട്ട് യൂട്യൂബിലേക്കൊന്ന് കയറും. ജസ്റ്റ് ഒരു വീഡിയോ കാണാം, 10 മിനിറ്റ് റെസ്റ്റ് ഉണ്ടല്ലോ, ജസ്റ്റ് ഒരു വീഡിയോ കാണും. ഈ 10 മിനിറ്റത്തേക്ക് നമ്മൾ കാണാൻ കയറുന്ന വീഡിയോ ഇത് കണ്ടിറങ്ങുമ്പോൾ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയും. കാര്യം ഒരു വീഡിയോ കാണുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത, ആ ഒരു കണ്ടൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് സജഷനായിട്ട് വരും. അപ്പോൾ നിങ്ങൾ അതും കാണും. ഇത് നമ്മൾ അറിയത്തില്ല. അപ്പം നമ്മുടെ ബ്രെയിൻ പറയുക, ആ പൊട്ടൻ അവിടെ നിന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, അവൻ പഠിക്കുന്നൊന്നുമില്ല, ഞാൻ റിലാക്സ് ചെയ്യാം എന്ന് പറഞ്ഞ് ബ്രെയിൻ അവിടെ ഇരിക്കുക. അപ്പം ബ്രെയിനെ നമ്മൾ വീണ്ടും ബുദ്ധിമുട്ടിച്ചേ പറ്റൂ, എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റൂ. സോ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം മറക്കരുത്, ബ്രേക്ക് വേണം, ലോങ് ബ്രേക്ക് പാടില്ല. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്തേ പറ്റൂ. ഇനി ഈ 5 മണിക്കൂർ പഠിച്ചു, നിങ്ങൾ ഓൾറെഡി അന്ന് തന്ന ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്ന് നോക്കുക. അതേ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട, ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് ഒരു ചാനലിനും ഒരാൾക്കും തരാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ സ്റ്റഡി വല്ലതും വേണമെങ്കിൽ, വേറെ ഏതെങ്കിലും ഒരു റെഫറൻസ് ആയിട്ട് നിങ്ങളുടെ റാങ്ക് ഫെയിലോ വല്ലതും നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവത്തേ ഉള്ളൂ, നിങ്ങൾക്ക് വേസ്റ്റ് അല്ല ഒരിക്കലും. ആ കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. ഒരിക്കലും നിങ്ങൾ എക്സ്ട്രാ പഠിക്കുന്നത് കൊണ്ട് വേസ്റ്റ് അല്ല, പക്ഷേ ആ എക്സ്ട്രാ പഠിക്കുന്നതിൻ്റെ കണ്ടൻറ്റ് കൂടരുത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അതിർത്തികൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക് എടുത്തു. അതിർത്തികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സിലബസിൽ തന്നിട്ടുണ്ട് ഇന്ത്യയുടെ അതിർത്തികൾ. നിങ്ങൾ ഇന്ത്യയുടെ അതിർത്തി പഠിക്കാൻ പോയി, ലോകത്തിൻ്റെ അതിർത്തി പോയി, തൊട്ടപ്പുറത്ത് കിടക്കുന്ന ചൈനയുടെ അതിർത്തി പഠിച്ചു, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ അതിർത്തി പഠിച്ചു, ഈ ഒരു ലെവലിൽ ഡീപ്പായിട്ട് ഒന്നിനും പോകരുത്. നിങ്ങൾ സിലബസിൽ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പഠിക്കുക. സിലബസിൻ്റെ ഉള്ളിൽ നിന്ന് വേണം പഠിക്കാൻ, സിലബസിൻ്റെ പുറത്ത് പോകേണ്ട കാര്യമില്ല. മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് പെൻഡിങ് വരും. മനുഷ്യനാണ്, ഒരു ദിവസം എന്തെങ്കിലും തിരക്കൊക്കെ വരും. സോ തിരക്ക് വന്നാലും എന്താണ്, പെൻഡിങ് വരും, പെൻഡിങ് നോട്ട്സ് വരും. സോ നിങ്ങൾ അതെന്ത് ചെയ്യാൻ നിൽക്കരുത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് ഒരു 4 PDF തരുന്നു. ഇത് നിങ്ങൾക്ക് ഇന്ന് പഠിക്കാൻ പറ്റുന്നില്ല, കാര്യം ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി. അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. സോ നാളെയും ഇതൊരു 3 PDF നമ്മൾ പഠിക്കാൻ തരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നാളെ ഞങ്ങൾ തരുന്ന 3 PDF ആണ് നാളെ പഠിക്കേണ്ടത്. അല്ലാതെ ഇന്നത്തെ 4 PDFും നാളത്തെ 3 PDFും ചേർത്ത് 7 PDF ഒറ്റ ദിവസം പഠിക്കാൻ നിൽക്കരുത്. അത് വലിയൊരു മണ്ടത്തരമാണ് കാണിക്കുന്നത്. പെൻഡിങ് ഉള്ളത് പെൻഡിങ് ആയിട്ട് നിൽക്കട്ടെ, ഫ്രഷായിട്ട് വരുന്നത് ആദ്യമേ പഠിച്ചു തീർക്കുക. ഈ ഫ്രഷായിട്ട് വരുന്നത് പഠിച്ചു തീർക്കുമ്പോൾ നിങ്ങൾക്കൊരു റിലാക്സ് തോന്നുമ്പോൾ വേണമെങ്കിൽ പെൻഡിങ് ടോപ്പിക്സ് നോക്കിക്കോ. അതുപോലെ തന്നെ നമ്മളിപ്പം ഇന്നും, അതായത് 2 ദിവസം ക്ലാസ്, 1 ദിവസം റിവിഷൻ ഡേ എന്നുള്ള രീതിയിലാണ് നമ്മൾ തരുന്നത്. ഈ റിവിഷൻ ഡേയിലായിരിക്കും നമ്മുടെ എക്സാം നടക്കുന്നത് കേട്ടോ. ഈ എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നാൽ ഈ റിവിഷൻ ദിവസമായിരിക്കും. അതായത് 2 ദിവസം തന്ന ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും 3-ാമത്തെ ദിവസം പരീക്ഷ. ആ 3-ാമത്തെ ദിവസം നിങ്ങൾക്ക് കുറച്ച് റിലാക്സ് വേണം. അതുപോലെ തന്നെ ആ റിലാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് അതേ ദിവസം നിങ്ങൾ എക്സാം എഴുതണം. മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞുതരാം. തിങ്കൾ ചൊവ്വ ക്ലാസ് ഉണ്ട്, ബുധനാഴ്ച നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. തിങ്കളും ചൊവ്വയും തരുന്ന കാര്യങ്ങൾ തിങ്കൾ ചൊവ്വ ബുധൻ പഠിച്ചിട്ട് ബുധനാഴ്ച തരുന്ന എക്സാം നിങ്ങൾ എഴുതുക. മനസ്സിലായോ? ഇപ്പോൾ ഒരു സ്ട്രെസ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, റിലാക്സ്ഡ് അല്ലേ? അതേ രീതിയിൽ പോയാൽ മതി. ഇനി അതുപോലെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്ന ബെറ്റർ ആയിരിക്കും. ഈ ഷോർട്ട് നോട്ടല്ലേ, അതായത് എപ്പോഴും ഷോർട്ട് നോട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ബുക്കിൽ തന്നെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതായത് ഈ പേപ്പറിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എക്സാം സമയമാകുമ്പോൾ ഇൻ കേസ് വീട്ടിൽ എന്തെങ്കിലും പണിയോ അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ അമ്മ അറിയാതെ പേപ്പർ എടുക്കുകയൊക്കെ ചെയ്താൽ, ഇപ്പോൾ പേപ്പറിനകത്ത് നോട്ട് എഴുതുന്നവർ മോശമെന്നല്ല, നല്ലതാണ്. അങ്ങനെ എഴുതുകയാണെങ്കിൽ അത് നന്നായിട്ടൊരു ഫയൽ ചെയ്ത് വെക്കാൻ ശ്രമിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ബുക്കിൽ ഷോർട്ട് നോട്ട് എപ്പോഴും ഒരു ബുക്കിൽ എഴുതാനേ ഞാൻ പറയത്തുള്ളൂ. ബുക്കിൽ എഴുതിയാൽ ആ ബുക്ക് അവിടെ തന്നെ കാണും. ഈ പേപ്പറിൽ എഴുതിയാൽ അത്യാവശ്യത്തിന്, ഇപ്പോൾ നിങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും റിലേറ്റീവ്സോ കുട്ടികളോ ആരെങ്കിലും വരുന്നു, അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും ആവശ്യത്തിന് റൂമിൽ കയറി വരുന്നു, ഒരു പേപ്പർ എടുത്തുകൊണ്ട് പോകുന്നു,
നിങ്ങൾ വാല്യുബിളായിട്ടൊരു നോട്ട്സ് ആയിരിക്കും പോകുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഷോർട്ട് നോട്ട്സ് നിങ്ങൾ പേപ്പറിൽ എഴുതാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ വർക്കൗട്ട് മീൻസ് മാത്തമാറ്റിക്സിൻ്റെ വർക്കൗട്ടൊക്കെ നിങ്ങൾ പേപ്പർ എഴുതിക്കും, അതൊക്കെ നല്ലതാണ്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ബുക്ക് തന്നെ കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, എത്ര മണിക്ക് എണീക്കുക. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് 5 മണിക്ക് എണീക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് 5 മണിക്ക് എണീക്കാൻ പറ്റണമെന്നില്ല. 5 മണിക്ക് എണീറ്റാൽ ബെറ്ററാണ്. അപ്പോൾ അത് പറ്റാത്തവർ ഞാനീ പറഞ്ഞ 5 മണിക്കൂർ അത് നിങ്ങൾക്ക് വിട്ടു തന്നേക്കാണ്. ഈ 5 മണിക്കൂർ ഞാൻ പഠിക്കണമെന്ന് പറയുന്നത് ഏതൊക്കെ 5 മണിക്കൂറുകളാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഓക്കെ, അത് തീരുമാനിച്ച് നിങ്ങളൊരു ബുക്കിൽ ഒരു ഡയറി എടുക്കുക, ഡയറി എടുത്ത് എഴുതിയിടുക, ഞാൻ ഈ സമയം പഠിക്കും. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കുമ്പോൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ ഈ 9 to 10 ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതിയിടുന്നതാണ്. 9 to 10 9 മണി മുതൽ 10 മണി വരെ എന്ത് ഞാൻ പഠിക്കുന്നു? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ ഒരു 22 വരെ ഞാൻ പഠിക്കുന്നു. അല്ലെങ്കിൽ ആമുഖം എന്ന് പറയുന്ന ടോപ്പിക്ക് ഞാൻ പഠിക്കുന്നു. 9 മുതൽ 10 വരെ ആമുഖം പഠിക്കുന്നു. ഓക്കെ, ആമുഖം പഠിക്കുന്നു എന്ന് എഴുതി വെച്ചാൽ ഈ 9 to 10 വരെ നമ്മൾ എന്ത് പഠിക്കുന്നു അവിടെ 10 മണിയാകുമ്പോൾ അത് നിർത്തുക. മനസ്സിലാവുന്നുണ്ടോ? ആമുഖം എന്ന് പറഞ്ഞ ടോപ്പിക്കും കൊണ്ട് ഒരു ദിവസം മൊത്തം ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 9 മണിക്ക് തുടങ്ങിയ ആമുഖം എന്ന് പറയുന്ന ടോപ്പിക്ക് 10 മണിയാകുമ്പോൾ തീർന്നാൽ കൊള്ളാം, തീർന്നില്ലെങ്കിൽ എത്ര വരെ തീർന്നോ അതുവരെ എന്ന് വെച്ച് നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ബാക്കി നിങ്ങൾക്ക് അതേ ദിവസം വേറൊരു ബ്രേക്ക് എടുത്ത് പഠിക്കാൻ പറ്റും. മനസ്സിലാവുന്നു? ഒരു ദിവസം ഫുൾ ഇതുകൊണ്ടിരുന്ന ചിലപ്പോൾ നിങ്ങളുടെ തലയിൽ കയറത്തില്ല ആമുഖം. അങ്ങനെ കയറാത്ത പക്ഷം എന്ത് ചെയ്യുക, നിങ്ങൾ ആ ടോപ്പിക്ക് അവിടെ സ്കിപ്പ് ചെയ്തിട്ട് അത് പിന്നൊരു സമയത്തേക്ക്, ഞാൻ നേരത്തെ ടൈം സ്പ്ലിറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ടോപ്പിക്ക് സ്പ്ലിറ്റ് ചെയ്യുക. ആമുഖം എന്ന് പറഞ്ഞ ടോപ്പിക്ക് അവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ദിവസം വേറെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ ഉച്ച സമയത്തൊക്കെ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും പഠിക്കുന്നതായിരിക്കും തലയിൽ കയറാൻ എളുപ്പം. ഞാനത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മീൻസ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നിങ്ങൾ ഒരു ദിവസം പഠിക്കുക. എനിക്ക് ഒരേ ഒരു നിർബന്ധം എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകാത്തവർ 5 മണിക്കൂർ പഠിച്ചിട്ട് 1 മണിക്കൂർ റിവിഷൻ ചെയ്യുക. ജോലിക്ക് പോകുന്നവരൊരു 3 to 4 മണിക്കൂറെങ്കിലും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞൊരു പാറ്റേൺ അനുസരിച്ച് 3 to 4 മണിക്കൂറെങ്കിലും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. പിന്നെ ജോലിക്ക് പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ ക്ലാസ് കാണണമെന്ന് ഞാൻ നിർബന്ധം പഠിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക, എക്സാംസും ഫോളോ ചെയ്യുക. അത് മാത്രം മതിയാവും കേട്ടോ. ഇനി സിലബസിൽ നിന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. സിലബസിൽ നിന്നും തന്നെ നിങ്ങൾ പഠിക്കുക. അതിനപ്പുറം നിങ്ങൾ പോകേണ്ട ഒരു ആവശ്യവുമില്ല. വെറുതെ സമയം വേസ്റ്റ് ആക്കരുത്. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് വെച്ചാൽ ലൈഫിൽ നിന്ന് ഒഴിവാക്കണമെന്നല്ല. എനിക്ക് സത്യത്തിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നുമില്ല. ഞാനത് പഠിക്കേണ്ട സമയമാകുമ്പോൾ ഞാനെടുത്ത് കളയാറാണ് പതിവ്. അതിപ്പം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും പോയെന്ന് വെച്ചാൽ നമുക്ക് ജീവിതമൊന്നും നഷ്ടപ്പെടുകയില്ലല്ലോ. ഇതുപോലെ കുറേ വ്യക്തികളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറേ സമയം കളയാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല അവിടെ. അതുപോലെ തന്നെയാണ് യൂട്യൂബ്. ഇപ്പം നമ്മുടെ ക്ലാസ് യൂട്യൂബിൽ കണ്ടതിന് ശേഷം അപ്പം തന്നെ ഇറങ്ങാൻ ശ്രമിക്കുക. ഈ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, പഠനത്തിൻ്റെ ഇടയ്ക്ക് എന്ത് പാടില്ല, ഈ പറയുന്ന ഓൺലൈൻ മീഡിയ, സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യരുത്. അപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളിത് ഉപയോഗിക്കരുതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക. ഓരോ മൊബൈൽ ഫോണിനും നിങ്ങൾക്ക് അവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഓരോ ആപ്ലിക്കേഷനും ടൈമർ സെറ്റ് ചെയ്യാം. ഡെയിലി ഇത്ര ഒരു ടൈം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ എന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു ടൈം ഒരു മണിക്കൂറത്തേക്കാണെങ്കിൽ, ഇപ്പോൾ ഇൻസ്റ്റയൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ ഡെയിലി 1 മണിക്കൂർ യൂസ് ചെയ്യാൻ ആയിട്ടാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇൻസ്റ്റ പിന്നെ നിങ്ങൾക്ക് ആ ദിവസം ഓണാക്കാൻ പറ്റില്ല. ടൈം എക്സ്റ്റെൻഡ് ചെയ്യാതെ നിങ്ങൾക്കത് ഓണാക്കാൻ പറ്റില്ല, മീൻസ് ഓപ്പൺ ആകില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ ഓരോ ആപ്ലിക്കേഷൻ നിങ്ങൾ ടൈം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി, ടൈം ലിമിറ്റ് സെറ്റ് ചെയ്ത് നോക്കിക്കേ, അത് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കും. ഇപ്പോൾ ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യമായിരുന്നു. മുമ്പ് ഇൻസ്റ്റാഗ്രാമൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഈ ടൈം സെറ്റ് ചെയ്തത്. അങ്ങനെ ടൈം സെറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്ന് ഇൻസ്റ്റഗ്രാം ക്ലോസ് ആയി. അപ്പം ഞാൻ നോക്കിയപ്പോൾ 1 മണിക്കൂറായി. അപ്പോൾ 1 മണിക്കൂർ പോകുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോകുന്ന സമയം നമുക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഓരോ ഫോണിലും കാണും
ഇൻ കേസ് നിങ്ങൾക്ക് അത് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കയറി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. നിങ്ങളുടെ ഫോണും നിങ്ങളുടെ ഏതാണോ ഫോൺ ആ ഫോണിൻ്റെ പേര് പറഞ്ഞിട്ട് ഹൗ ടു സെറ്റ് ദ ടൈം ഫോർ ആൻ ആപ്പ് ഫോർ ദ പർട്ടിക്കുലർ ആപ്പ്, അല്ലെങ്കിൽ ഏതായ ആപ്പാണ് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ്, എല്ലാ ആപ്ലിക്കേഷനകത്തും വാട്സാപ്പ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും എല്ലാത്തിനും നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ടൈം സെറ്റ് ചെയ്താൽ നിങ്ങളുടെ ദ ഹോൾ ടൈം, നിങ്ങളുടെ ഒരു ദിവസം മുഴുവൻ സമയം നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഈ പറയുന്നതെല്ലാം നിങ്ങളുടെ സമയം കൊല്ലികളാണ്. അതേപോലെ തന്നെ നിങ്ങൾ എത്ര ദിവസം പഠിക്കുന്നു എന്ന് തന്നെ നിങ്ങളൊരു വിലയിരുത്തലുണ്ടാകണം. നിങ്ങൾ വിലയിരുത്തണം നിങ്ങൾ എത്ര ദിവസം പഠിക്കുന്നു, എത്ര ദിവസം എത്ര മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നു, എത്ര നേരം നിങ്ങൾ വേസ്റ്റാക്കി എന്നൊരു സെൽഫ് അനാലിസിസ് ഉണ്ടാവണം. നിങ്ങളുടെ ഒരു വിശകലനം നിങ്ങൾ തന്നെ വിശകലനം ചെയ്യുക. എത്ര സമയം നിങ്ങൾ വേസ്റ്റാക്കുന്നു, എത്ര സമയം നിങ്ങൾ പഠിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ വിശകലനം ചെയ്യാൻ ശ്രമിക്കണം. അതേപോലെ ഞാൻ ഈ താഴെ തന്നിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, ഇത് സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥികളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഞാനും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇത് വേറൊരു രീതിയിലും നമ്മളെ ബുദ്ധിമുട്ടിക്കത്തില്ല. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ഒരു ടൈം സെറ്റ് ചെയ്യുക. പഠിക്കുന്ന നേരത്ത് ഫോണ് പ്രത്യേകിച്ച് സൈലൻ്റ് ആക്കിയിട്ട് ഇതുപോലെ ഒരു 25 മിനിറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ആ 25 മിനിറ്റ് കഴിയുമ്പോൾ 25 മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനിരിക്കുക. ഈ 25 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ പഠിച്ച് തീരുമ്പോൾ ഇതുപോലൊരു മരം നിങ്ങൾ നട്ടു എന്നാണ് അതിൻ്റെ കൺസെപ്റ്റ്. അന്നേരം യു ബിൽട്ട് യുവർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വരും. അതായത് ഓരോ ടൈം സെറ്റ് അതായത് ഇപ്പോൾ 25 മിനിറ്റ് ആയിരിക്കും, ചിലർ 30 മിനിറ്റ് എടുക്കും. ഞാൻ വെക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 45 മിനിറ്റാണ്. 45 മിനിറ്റ് പഠിക്കുക, ബാക്കി ഒരു 15 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ പഠിക്കുന്ന ഒരു രീതി. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫോളോ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 45 മിനിറ്റ് വയ്ക്കുമ്പോൾ 45 മിനിറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ഇവിടെ ഒരു മരം നടഞ്ഞ. അപ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് എൻ്റർടൈൻമെൻ്റ് ആണ്. അതായത് നമ്മുടെ ആ ഒരു സമയം സേവ് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ നമ്മൾ മരം വെക്കുന്നു എന്നൊരു എൻ്റർടൈൻമെൻ്റ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ തരുന്നത്. അപ്പോൾ ഫോറസ്റ്റ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങളുടെ ടൈം സേവ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണേ പറഞ്ഞത്. ഇതൊരുപാട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമ്മുടെ അനാവശ്യ സമയങ്ങളൊക്കെ കളയുന്നതെല്ലാം ഇതിലൂടെ മാറ്റാൻ പറ്റും. പിന്നെ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാട്സപ്പിൻ്റെയും യൂട്യൂബിൻ്റെയും ഈ പറയുന്ന ടെലിഗ്രാമിൻ്റെയും എല്ലാ നോട്ടിഫിക്കേഷൻസ് ഓഫാക്കി ഇടാൻ ശ്രമിക്കുക. ഈ നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. വാട്സപ്പിൽ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും അയക്കുന്നത്. അപ്പം പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു പഠിക്കുന്ന മൈൻഡ് ഡീവിയേറ്റ് ചെയ്യുകയാണ്. പിന്നെ നിങ്ങൾ ആ ഒരു ദിവസം ചിലപ്പോൾ കറങ്ങാൻ പോവും, ചിലപ്പോൾ സിനിമ കാണാൻ പോവും. സോ നിങ്ങളുടെ സമയം കളയും. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻസും പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്താൽ മതി. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് ട്രാക്കിലാവും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അതിൻ്റെ ഒരു കാര്യം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം ഞാൻ ഈ പറയുന്ന സോഷ്യൽ മീഡിയാസിൻ്റെയൊക്കെ പുറകെ സമയം കൊണ്ട് കളഞ്ഞ്, അങ്ങനെയാണ് ഞാനിപ്പോൾ സ്വന്തമായിട്ട് ചിന്തിച്ചിട്ട് തന്നെയാണ് ഞാൻ മാറിയത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ നിങ്ങൾക്ക് മാറി വരാം. ഞാൻ പറഞ്ഞ ഈ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളാണെങ്കിൽ നിങ്ങളതൊക്കെ എന്ത് ചെയ്യുക, റീസോൾവ് ചെയ്യുക. ഓക്കെ. ഇനി നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിനെ അനലൈസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ടേ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ഡയറി എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡയറി എടുക്കുക. നിങ്ങളൊരു വീക്കിലി അല്ലെങ്കിൽ ഡെയിലി ടാർഗറ്റ് സെറ്റ് ചെയ്യുക. ഞാൻ ഈ ഒരു ദിവസം ഇത്ര മണിക്കൂർ ഞാൻ പഠിക്കും. അത് പഠിക്കുന്നത് ഇന്ന ടോപ്പിക്കാണ്, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഇന്ന ടോപ്പിക്കാണ് ഞാൻ പഠിക്കുന്നത്. എന്നിട്ട് അവസാനം അത് പഠിച്ചെങ്കിൽ അതിനൊരു ടിക്ക് മാർക്ക് കൊടുക്കുക. പഠിച്ചെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്താൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. അതായത് രാവിലെ ഇപ്പോൾ നാളത്തെ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുന്നു. പഠിച്ചതിന് ശേഷം എന്ത് തോന്നുന്നു? പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഓക്കെ ഞാൻ പഠിച്ച് കംപ്ലീറ്റ് ആയി. സോ നിങ്ങളൊരു ടിക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളൊരു ടാർഗറ്റ് മസ്റ്റായിട്ട് വെക്കണം കേട്ടോ. അതുപോലെ ടൈം യൂസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ സമയം വേസ്റ്റാക്കാൻ നിൽക്കരുത്. അതുപോലെ തന്നെ കൃത്യമായ ടോപ്പിക്സ് എഴുതിയിട്ട് പോകണം. നിങ്ങളുടെ ഒരു ഡയറിയിൽ നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കാണോ പഠിക്കുന്നത് ആ ടോപ്പിക്ക് എഴുതിയിട്ട് പോവുക. അത് കംപ്ലീറ്റ് ആയെങ്കിൽ സൈഡിൽ കംപ്ലീറ്റഡ് എന്ന് എഴുതി പോവുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ?
ഇത് അവസാനം ഒരു മാസമൊക്കെ ആകുമ്പോൾ ഞാൻ ഇത്രയും ടോപ്പിക്ക് പഠിച്ചു നിങ്ങൾക്ക് ആ ഡയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇനി റിവിഷൻ ടൈം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം എടുക്കുക, പക്ഷേ ഡെയിലി റിവിഷൻ വേണം. അതായത് ഇന്ന് പഠിച്ചൊരു സാധനം നാളെ രാവിലെ എണീറ്റ് മസ്റ്റായിട്ട് റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ കണ്ണോടിച്ച് പോകുക എന്നല്ല. അതായത് റിവിഷനും ഞാൻ ഈ പറഞ്ഞ ടൈം സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ ടൈം സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആദ്യം ഒരു തവണ വായിക്കുക. ഒരു തവണ വായിച്ച് നിങ്ങൾക്ക് കുറേ ഫാക്റ്റ്, അതായത് ഒരു സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഒരു 50% നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. പക്ഷേ ബാക്കി 50% അവിടെ കിടക്കുകയാണല്ലോ, പഠിക്കാനുള്ളതല്ലേ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വായിച്ചതിന് ശേഷം അതേ ദിവസം വൈകിട്ട് വീണ്ടും ഒന്നുകൂടി വായിച്ചാൽ മതി. അപ്പം വായിക്കുമ്പോഴും ഈ 50% നിങ്ങളുടെ മൈൻഡിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ് ആണ്, നിങ്ങളുടെ റിവിഷൻ സക്സസ് ആണ്. അതല്ല ഇത്രയും വന്നില്ലെങ്കിൽ വീണ്ടും ഇരുന്ന് പഠിക്കുക, എഴുതി തന്നെ പഠിക്കുക. റിവിഷൻ ഒട്ടും സെറ്റാവാത്തവർ വായിച്ച് പഠിക്കാതെ എഴുതി പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു മടിയും പാടില്ല. റിവിഷൻ മസ്റ്റായിട്ട് വേണം. അതുപോലെ തന്നെ രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഒരു ദിവസം 2 നേരം നിങ്ങൾ റിവിഷൻ ചെയ്തെന്ന് വെച്ചും നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. ഓക്കെ, കമ്പൽസറി ആയിട്ട് ചെയ്തേ പറ്റുമേ. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്ന് ചെയ്യുന്ന കാര്യം, ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നാളെ നിങ്ങൾ റിവിഷൻ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? നാളെ നിങ്ങൾ റിവിഷൻ ചെയ്യുക, നാളെ രാവിലെ റിവിഷൻ ചെയ്യുക. അന്നേരം കുറേ കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കിട്ടും. വീണ്ടും അന്ന് തന്നെ ഏതെങ്കിലും ഒരു സമയം എടുത്ത് വീണ്ടും റിവിഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റന്നാളും റിവിഷൻ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ കൊണ്ടുപോകണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. റിവിഷൻ എന്തായാലും മസ്റ്റാണ്. PYQ വർക്കൗട്ടും മസ്റ്റാണ്. പഠിത്തം പിന്നെ എന്തായാലും മസ്റ്റാണ്. ഇനി മോട്ടിവേഷൻ. ഈ മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നത്, ഒരാൾ യൂട്യൂബിൽ കയറി വന്ന് ഞാൻ മോട്ടിവേഷൻ തരാം എന്ന് പറഞ്ഞാൽ അത് മോട്ടിവേഷൻ അല്ലടേ. നിങ്ങൾ ഫേസ് ചെയ്ത നിങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെയല്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. അതായത് ഇപ്പോൾ ഒരു വേദിയിൽ പോകുമ്പോൾ, ഏതെങ്കിലും ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ പോകുമ്പോൾ മോൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അമ്മയ്ക്കോ അച്ഛനോ ഒരു ഉത്തരം പറയാൻ കിട്ടുന്നില്ലെങ്കിൽ ആ ഉത്തരം നിങ്ങൾ നാളെ കൊടുക്കും. നിങ്ങൾ ഉറപ്പായിട്ടും അതിനൊരു ഉത്തരം കൊടുക്കും എന്നുള്ളതാണ് അതിൻ്റെ മോട്ടിവേഷൻ. നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. നിങ്ങളെവിടെയെങ്കിലും നാണം കെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ മോട്ടിവേഷൻ. അല്ലാതെ ഇപ്പം വിക്രമാദിത്യൻ സിനിമ കണ്ടിട്ട് ഒരു അരമണിക്കൂർ കിട്ടുന്ന മോട്ടിവേഷൻ അല്ല ഞാൻ ഈ ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു അധ്യാപകൻ വന്നിട്ട് യൂട്യൂബിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അതാണ് ഇതാണ് നിങ്ങൾ മാസാണ്, മരണമാസാണ്, പൊളിയാണ്, കിടുവാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമല്ല മോട്ടിവേഷൻ. നാളെ വീണ്ടും നിങ്ങൾ നാണം കെടാതിരിക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്കറിയാം. അതിൽ നിന്ന് നിങ്ങൾ ഒരു പാഠം പഠിച്ചിട്ട് നാളെ ഇനി ഞാനിങ്ങനെ നാണം കെടില്ല. നാളെ എൻ്റെ അമ്മയച്ഛനെയും കൊണ്ട് എൻ്റെ മോൻ ഇന്ന അല്ലെങ്കിൽ എൻ്റെ മോള് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റണം. അതായിരിക്കണം നിങ്ങളുടെ മോട്ടിവേഷൻ. മനസ്സിലായോ? ഒരാൾക്കും ഒരാളെ മോട്ടിവേറ്റ് ചെയ്ത് നന്നാക്കാനൊന്നും പറ്റത്തില്ല. ഈ മോട്ടിവേഷൻ്റെയൊക്കെ ആയുസ് എന്ന് പറയുന്നത് കുറച്ച് മണിക്കൂർ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യരുത്. ഈ PSCയുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത്, മറ്റൊരാളെ സഹായിക്കാൻ നിൽക്കരുത്. നിങ്ങളാദ്യം നിങ്ങളുടെ കാലിൽ നിന്നിട്ട് മറ്റൊരാളെ സഹായിക്കുക. അല്ലാതെ സഹായിക്കാൻ നിന്നാൽ നിങ്ങളൊന്നും അല്ലാതായി പോകും. ഞാൻ പറഞ്ഞ മനസ്സിലാവും. നിങ്ങൾക്കൊരു ജോലി കിട്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുക. നിങ്ങൾ പഠിക്കുമ്പം അതേ നോട്ട്സും കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ നിൽക്കേണ്ട. പഠനം മീൻസ് ഇപ്പം അറിവ് പകരുന്നത് നല്ലതാണ്. അറിവ് നമുക്ക് വീണ്ടും കൂടത്തേ ഉള്ളെന്നൊക്കെ പറയും. ഏത് പൊട്ടനാ അത് പറഞ്ഞെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നമ്മൾ എത്രത്തോളം നമ്മുടെ അറിവ്, ഇപ്പോൾ കോമ്പറ്റീഷൻ എക്സാമിനെ സംബന്ധിച്ച് എത്ര കുട്ടികൾ അവരുടെ അറിവ് ഷെയർ ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിരിക്കാം. അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയും. അപ്പോൾ എനിക്ക് 65 മാർക്കുണ്ടാ കിട്ടുമോ എന്നൊക്കെ പറയും. അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യും. പക്ഷെ അവരെല്ലാം നമ്മുടെ അടുത്ത് പറയുമോ? ഒരു ദിവസം റാങ്ക് ലിസ്റ്റ് വരുമ്പം അവർക്ക് ഒരു 10ാം റാങ്ക് കാണുമ്പോഴായിരിക്കും നിങ്ങൾ മനസ്സിലാവുന്നത്, അയ്യോ അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ, അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് തോന്നും. അങ്ങനെ തോന്നിയിട്ട് കാര്യമുണ്ടോ? അവനോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമുണ്ടോ? അവൻ സെൽഫിഷായി, അവൻ്റെ കാര്യത്തിൽ സെൽഫിഷായി അവൻ പഠിച്ചു. നമ്മളും അതുപോലെ തന്നെ ആവുക. മനസ്സിലായല്ലേ? നമ്മളും അതുപോലെ സെൽഫിഷ് ആവുക. നമ്മുടെ കാര്യങ്ങൾ നോക്കുക. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ പഠനം ഇമ്പ്രൂവ് ചെയ്യുക.
ഇതിപ്പോൾ മറ്റൊരാളൊരു മൂന്നാമതൊരാൾ അല്ലെങ്കിൽ രണ്ടാമതൊരാൾ അറിയേണ്ട കാര്യമില്ല. നിങ്ങളുടെ വീട്ടിൽ പോലും പറയേണ്ട നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു എന്നും. നിങ്ങൾ നിങ്ങളുടെ ഡയറി മാത്രം അറിയുക നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു. അത് തന്നെ ആടെ നിങ്ങളുടെ മോട്ടിവേഷൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളിപ്പോൾ ഒരു വിക്രമാദിത്യൻ സിനിമ കണ്ട് നിങ്ങൾ മോട്ടീവായി, എത്ര മണിക്കൂറാണ് മോട്ടിവേഷൻ നീണ്ടിരിക്കും. അതുപോലെയാണ് ഒരാൾ നിങ്ങൾക്ക് മോട്ടിവേഷൻ പറഞ്ഞു തരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. മോട്ടിവേഷൻ അല്ല, ഒരു സപ്പോർട്ട് തരാം. ഓക്കെ. ഇനി റാങ്ക് ഹോൾഡേഴ്സിൻ്റെ അഡ്വൈസ് നിങ്ങൾ ഒരുപാട് ഉപകാരപ്പെടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് നേരിട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അവർ ഫേസ് ചെയ്ത എക്സ്പീരിയൻസും അവരുടെ പ്രശ്നങ്ങൾ അവരെങ്ങനെ ഫേസ് ചെയ്തു, അതിനെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപകാരപ്പെടും കേട്ടോ. ഇനി ലൈഫിൽ നിങ്ങളുടെ നെഗറ്റീവ് മാത്രം പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അപ്പോഴേ ചവിട്ടി പുറത്തായിരിക്കും. അവരുടെ അഡ്വൈസോ കാര്യങ്ങളോ ഒന്നും കേൾക്കണ്ട. ഇൻ കേസ് അവരെന്തെങ്കിലും നെഗറ്റീവോ കാര്യങ്ങളോ വന്ന് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? പുച്ഛിച്ചങ്ങ് വിടുക. വെറും പുച്ഛം, അത്രയും മാത്രം മതി. മനസ്സിലായോ? ഇനി അവോയ്ഡ് നെഗറ്റീവ് അഡ്വൈസ്. ഈ അഡ്വൈസ് എന്ന് പറയുന്നത് പോസിറ്റീവ് അഡ്വൈസും ഉണ്ട്, നെഗറ്റീവ് അഡ്വൈസ്. നിങ്ങൾക്ക് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ കയറിയാൽ, യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ കയറിയാൽ പോസിറ്റീവ് അഡ്വൈസ് തരുന്നവരുമുണ്ട്, നെഗറ്റീവ് അഡ്വൈസ് തരുന്നവരുമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അത് നിങ്ങൾക്ക് പോസിറ്റീവ് നെഗറ്റീവും തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ് അങ്ങ് സ്കിപ്പ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ആവശ്യമുള്ളതിനെ മാത്രം ഉള്ളിലോട്ട് എടുക്കുക, ആവശ്യമില്ലാത്തതിനെ എല്ലാം കളയുക. ഇൻ കേസ് ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു, അതുപോലെ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട് യൂട്യൂബിലെ കേരള PSCകൾ. അവർ വിചാരിക്കുന്ന അവർ കേരള PSCയുടെ ചെയർമാനാണ്, അവർക്കാണെല്ലാം അറിയാവുന്നത്. ഞാനിതിന് മുൻപോട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പലരും പറഞ്ഞ കട്ട് ഓഫ് പ്രവചനവും കാര്യങ്ങളൊക്കെ വെറുതെ ആയിപ്പോയെന്നുള്ളത്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇപ്പം PSC ആണ് തീരുമാനിക്കുന്നത് എത്ര പേരെ ആഡ് ചെയ്യണം, എത്ര പേരെ ഒഴിവാക്കണം, അല്ലെങ്കിൽ എന്ത് തീരുമാനിക്കണമെന്ന് കേരള PSC തീരുമാനിക്കും. അപ്പോൾ കേരള PSCയുടെ ഒരു അറിയിപ്പ് വരുന്നത് വരെ എന്ത് ചെയ്യുക? നിങ്ങൾ ഞാൻ പറയുന്നത്, ഇപ്പം പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ധൈര്യത്തിൽ നിൽക്കുക. അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിൽ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞുതരും. അല്ല, നമ്മൾ ഒരിക്കലും ഒരു ഓവർ എക്സ്പെക്റ്റേഷനോ അല്ലെങ്കിൽ ചുമ്മാ വെറും ഒരു പ്രതീക്ഷയോ ഒന്നും കൊടുക്കാറില്ല കേട്ടോ. അത് ഇതുവരെയും കൊടുത്തിട്ടില്ല. കിട്ടുമെങ്കിൽ കിട്ടുമായിരിക്കും, മേ ഓർ മേ നോട്ട് ബി എന്നുള്ള കാര്യം ഞങ്ങൾ പറയാറുള്ളൂ. അപ്പോൾ യൂട്യൂബിൽ കയറിയിട്ട് സ്വയം PSC ചമയുന്ന അണ്ണന്മാരെ പരിഗണിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. പിന്നെ മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരുപാട് സ്ട്രെസ് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒന്നുകിൽ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, ഞാൻ അമ്പലത്തിലൊക്കെ പോകാറുണ്ട്, ഞാൻ അത്യാവശ്യം വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഒട്ടും പറ്റാത്ത സാഹചര്യങ്ങളിൽ എൻ്റെ ഒരു ഫ്രണ്ട് സൈക്കോളജിസ്റ്റ് ഉണ്ട്. സോ ഞാൻ അവളെ പോയി കാണും, ആവശ്യമുള്ള അഡ്വൈസും കാര്യങ്ങളൊക്കെ മേടിക്കും, തിരിച്ചു വരും. അങ്ങനെ ആയിരുന്നു പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ, അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ സൈക്കാട്രിസ്റ്റ് അല്ല കേട്ടോ, സൈക്കോളജിസ്റ്റിനെയാണ് പോയി കാണേണ്ടത്. അത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടാലും നാട്ടുകാർ പറയും, ഓ അവൻ സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ട, അവന് ഭ്രാന്താന്ന് പറയും. സോ നിങ്ങൾ ആരും പറയേണ്ട ദയവ് ചെയ്ത്. നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ആണെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നേരെ പോയിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക, സൈക്കോളജിസ്റ്റിൻ്റെ അഡ്വൈസ് മേടിക്കുക. സൈക്കോളജിസ്റ്റ് ഒരിക്കലും മരുന്നോ കാര്യങ്ങളോ ഒന്നും തരില്ല. നിങ്ങൾ ജസ്റ്റ് അഡ്വൈസ് മേടിക്കുക. ഇപ്പോൾ എന്നോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ഫ്രണ്ടിനോടോ ആരോടും പറയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്തൊരു സൈക്കോളജിസ്റ്റിനോട് ഈസി ആയിട്ട് സംസാരിക്കാം. അവർ തരുന്ന അഡ്വൈസും കാര്യങ്ങളൊക്കെ മേടിക്കാം. മനസ്സിലായോ? ഈ മെഡിറ്റേഷനും സൈക്കോളജിസ്റ്റും ലൈഫിൽ എപ്പോഴും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതിപ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ പറയുന്നത് വേറൊരു പേഴ്സണൽ കാര്യമായിട്ട് പറയുകയാണ്. ഇപ്പം മാരീഡ് ആണെങ്കിലും അൺമാരീഡ് ആണെങ്കിലും നിങ്ങൾ ഒരുപാട് പ്രഷർ ഫേസ് ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന സൈക്കോളജിസ്റ്റിൻ്റെ സഹായം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതിപ്പം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും ഇപ്പം നമ്മുടെ സർവീസിൽ കയറി ഒരുപാട് പേര് ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. ഡിപ്പെൻഡൻസി അല്ല, ഇതൊരു ടൈപ്പ് ഓഫ് എന്താ പറയുക, ഒരു സെൽഫ് റിയലൈസേഷനാണ്. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു സ്റ്റേജാണ് ഈ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുമെന്ന് പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞത് ഒരു ചെറിയ കാര്യമായിട്ട് എടുക്കരുത്, അത്യാവശ്യം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്നൊരു കാര്യമാണ്. ഇനി എനിക്ക് പറയാനുള്ളത് ഫുഡ് ആൻഡ് ഹെൽത്ത്.
ഫുഡ് നന്നായിട്ട് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്, ഉച്ചയ്ക്കും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഫൈബർ അടങ്ങിയ ഫുഡ് കഴിക്കുക. പ്രോപ്പറായിട്ടൊരു ഡയറ്റ് ഉണ്ടാക്കുക. ഞാനീ പറയുന്നൊരു ഡയബറ്റീഷ്യൻ പറയുന്ന പോലെ സംസാരിക്കാനായിട്ട് തോന്നരുത്. എക്സസൈസ് ഉണ്ടായിരിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡ് കഴിക്കുക. ഈ ഒരു കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്. നമ്മളിത് കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഈ കാര്യം ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ പഠനത്തെ ഇത് ബാധിക്കും. നമുക്ക് നല്ല ഡയറ്റ് ഇല്ല, നല്ല എക്സസൈസ് ഇല്ല, നല്ല ഫുഡില്ല, നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ വരുന്നത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. ആവശ്യമില്ലാത്ത അസുഖങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല, നമ്മൾ വീക്കാവും. മനസ്സിലായി? സോ ഈ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്ക് ഇത്രയേ ഈ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ പറയാനുള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു ക്ലാസ് കൂടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം തരും. ആ ഗൂഗിൾ ഫോമിൽ നാളെ നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അടങ്ങുന്നൊരു എല്ലാം അടങ്ങിയൊരു കണ്ടൻറ് അടങ്ങിയൊരു ഗൂഗിൾ ഫോം തരും. സോ അത് നിങ്ങൾ ഫില്ല് ചെയ്ത് തരണം കേട്ടോ. അത് മസ്റ്റായിട്ട് ചെയ്ത് തരണം. അപ്പോൾ ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.